الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ഒരിക്കൽ ചോദിച്ചു, മതസ്സഅ എന്നാണ് ഖിയാമത്ത് നാൾ? നബി അതത്ര കാര്യാക്കിയില്ല. ചോദിച്ചത് അത്ര ഇഷ്ടമില്ലാത്ത പോലെ നബി മറ്റു ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടു. കുറച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, ആ ഖിയാമത്ത് നാള് അന്വേഷിച്ച ആൾ എവിടെയാണ് അന്വേഷിച്ചു. അപ്പോ ഇതാ ഞാനാണ് അയാൾ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദുയ്യഅത്തിൽ അമാനതു ഫന്തളിരിസ്സാ, അമാനത്ത് നഷ്ടപ്പെട്ടാൽ ഖിയാമത്ത് നാള് പ്രതീക്ഷിക്കണം, പ്രതീക്ഷിച്ചോ എന്ന് പറയണ്ടേ. അമാനത്ത് നഷ്ടപ്പെട്ടാൽ ഖിയാമത്ത് നാള് പ്രതീക്ഷിക്കണം. അപ്പൊ വീണ്ടും ചോദിച്ചു, കൈഫ ഇളാഅത്തുഹ, എങ്ങനെയാണത് നഷ്ടപ്പെടുക? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരിസ്സാ, അനർഹമായ ആളുകൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ഖിയാമത്ത് നാള് പ്രതീക്ഷിക്കണം. കാര്യങ്ങൾ അനർഹരിലേക്ക് എത്തിയാൽ, അല്ലെങ്കിൽ അർഹരായവർ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നില്ല എങ്കിൽ അത് ലോകത്തിന്റെ അവസാനത്തിന്റെ ലക്ഷണമാണ് എന്ന് അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അമാനത്ത് നമ്മളൊക്കെ കേൾക്കുന്ന വാക്കാണ്. പലപ്പോഴും അത് ചില കടകളുടെ പേരൊക്കെ ആയിട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടാകുക. ചിക്കൻ കടടി, അതുപോലെ തന്നെ ഗ്രോസറിയുടെ ഒക്കെ പേരായിട്ട് കേട്ടിട്ടുണ്ടാവും അമാനത്ത്. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അമാനത്ത്. അൽ അമാനത്തു മിനൽ ഈമാൻ, അത് ഈമാന്റെ ഭാഗം, അത് ഈമാനിന്റെ ഭാഗമാണ്. അൽ അമാനത്തു മിനൽ ഈമാൻ, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്ത് ഇല്ലാത്ത ഒരാൾക്ക് ഈമാനില്ല. വിശ്വാസം, വിശ്വസ്തത, സുരക്ഷിതത്വം എന്നൊക്കെയാണ് അമാനത്തിന്റെ അർത്ഥം. നമ്മളൊരാൾ യാത്ര പോകുമ്പോ അവനൊരു അമാനത്ത് ഏൽപ്പിക്കാറ്. അസ്തഉദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീം അമലിക. ഒരാൾ യാത്ര ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പറയാം,
നിന്റെ ദീനിനെയും അമാനത്തിനെയൊക്കെ നിന്നെ കൃത്യമായിട്ട് ഏൽപ്പിക്കുന്നു. ഒരാളെ നമ്മൾ ഏൽപ്പിക്കുന്ന ദൗത്യം അതാണ് യഥാർത്ഥത്തിൽ അമാനത്ത്, വിശ്വസിച്ചേൽപ്പിക്കുന്നത്. അത് സാമ്പത്തികമായ ഇടപാടുകളാവാം, ജോലിയാകാം, ഉത്തരവാദിത്തങ്ങളാവാം, നേതൃത്വമാകാം, സ്ഥാനമാനങ്ങളാവാം, എന്തുമാകാം. ഒരാളെ ഒരു സംഗതി, ഒരു വസ്തുക്കളാവാം സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന, വിശ്വസ്തമായി ഏൽപ്പിക്കുന്നതിന് അമാനത്ത് എന്ന് പറയും. അതുപോലെ തന്നെ സ്വയം ഏറ്റെടുത്ത കാര്യത്തിനും അമാനത്ത് എന്നാണ് പറയാം. നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്തവരാണ്. നമ്മുടെ വീടിന്റെ ഉത്തരവാദിത്വം, നാടിന്റെ ഉത്തരവാദിത്വം, നമ്മൾ ഉൾക്കൊള്ളുന്ന സംഘടനകളുടെ ഉത്തരവാദിത്വം, നമ്മുടെ ജോലി, അതുപോലെ തന്നെ നമ്മുടെ കുടുംബം, അങ്ങനെ ഒരുപാട് നമ്മൾ സ്വയം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ അമാനത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യും എന്ന് നമ്മളെ വിശ്വസിക്കുന്നവരോട് നമ്മൾ നൽകുന്ന ഉത്തരവാദിത്തങ്ങൾക്കും അമാനത്ത് എന്ന് പറയും. നമ്മളൊരു കാര്യം നമ്മളൊന്നുമില്ലാതെ തന്നെ അവനിൽ സ്വയം നമ്മൾ ഏൽപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഞാനിപ്പോ എന്നോടത്ത് പോയാൽ അവിടെ എന്നെ ആളുണ്ടാവും, അയാൾ എന്നെ ഹെൽപ്പ് ചെയ്യും. അത് നമ്മൾ സ്വയം ഒരാളെ കുറിച്ച് ഏൽക്കുന്ന വിശ്വാസമാണ്. അതും അമാനത്താണ്, അതും അമാനത്താണ്. അപ്പൊ അങ്ങനെ സ്വയം നമ്മൾ ഏറ്റെടുക്കുക. നമ്മളെ കുറിച്ച് വെറുതെ ഒരാൾ വിചാരിക്കുക, നല്ലൊരു കാര്യം, മോശമായതല്ല, നല്ലൊരു കാര്യം, അതും അമാനത്താണ്. അതുകൊണ്ട് ഇതൊരു വലിയ കാര്യമായിട്ടാണ് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയത്. ഖുർആൻ ചില കാര്യങ്ങളൊക്കെ, പർവ്വതങ്ങള്, ഭൂമി, ഇങ്ങനെയൊക്കെ ഉദാഹരണം പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തി. ഇപ്പൊ ഖുർആനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഈ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മുകളിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ പർവ്വതം അതിൽ ആശയങ്ങളൊക്കെ കണ്ട് പൊട്ടിത്തകരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമാനത്തിനെ കുറിച്ചും സൂറത്തുൽ അഹ്സാബിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അത് അമാനത്തിന്റെ ഗൗരവമാണ്. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ. ഇങ്ങനെ ദുനിയാവിൽ ഒരു അമാനത്തുണ്ട്, എല്ലാവർക്കും ഉണ്ട് എന്ന കാര്യം അസ്സമാവാത്ത്, ആകാശത്തോട് പറഞ്ഞു, ആകാശങ്ങളോട് പറഞ്ഞു, വൽ അർള്, ഭൂമിയോട് പറഞ്ഞു, ഒരു അമാനത്തുണ്ട്, ഏറ്റെടുക്കാൻ തയ്യാറാണോ? അൽ ജിബാൽ, പർവ്വതങ്ങളോടും പറഞ്ഞു, ഈ അമാനത്ത്, ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. ആരോട്? പർവ്വതങ്ങളോട്, ആകാശങ്ങളോട്, അതുപോലെ തന്നെ ഭൂമിയോട്. അവയെല്ലാതും അത് ഏൽക്കാൻ അവർ വിസമ്മതിച്ചു, ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം, അത് ഗൗരവമുള്ള വിഷയമാണ്. ഒരു കാര്യം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, അത് ഭയങ്കര വളരെ ഗൗരവമുള്ള വിഷയം. നമ്മൾ അതിന്റെ ആക്കിക്കോളി, ഞാനായിക്കോളാം എന്ന് പറയലല്ല. എത്ര ഗൗരവമുള്ള വിഷയമാണെങ്കിലും അപ്പൊ ആകാശഭൂമികളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയില്ല. ഫഹമലഹൽ ഇൻസാൻ, മനുഷ്യനോട് പറഞ്ഞപ്പോ മനുഷ്യൻ അത് ഏറ്റെടുത്തു എന്നാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യന്മാർ അങ്ങനെയാണ്, താല്പര്യമാണ് അധികാരമേൽക്കാനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനൊക്കെ വലിയ താല്പര്യമാണ്. ഏറ്റത് നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള വേറെ വിഷയം. അപ്പോ ഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു. ഖുർആൻ പറയാണ് അതിന്റെ ഒരു കമന്റ്, ഇന്നഹു കാന ളലൂമൻ ജഹൂല, മനുഷ്യൻ അക്രമിയായി മാറുകയാണ്, അവൻ വിവരദോഷിയായി മാറുകയാണ്. അപ്പൊ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നതിലൂടെ യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ഒരു അക്രമമാണ്. അത് നേരെ ചൊവ്വ നടത്തിയിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടും, അവന്റെ ഈമാൻ ചോദ്യം ചെയ്യപ്പെടണം. ഇതൊക്കെ ഖുർആനിലൂടെ മനുഷ്യൻ അള്ളാഹുവിനെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പ്രവാചകന്മാരുടെ ഒരു വിശേഷണമായിട്ട് അള്ളാഹു പറഞ്ഞത് അമീൻ എന്നാണ്, വിശ്വസ്തൻ.
ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റും. പ്രവാചകന്മാർക്ക് വാജിബായ സിഫത്തുകളിൽപ്പെട്ടതാണ് അമാനത്ത്. പ്രവാചകന്മാർക്ക് മുസ്തഹീൽ, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത വിശേഷണങ്ങളിൽപ്പെട്ടതാണ് ഖിയാനത്ത്, നേരെ ഓപ്പോസിറ്റ് വഞ്ചന, ചതി, വഞ്ചന. അത് അമാനത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ്, ഒരിക്കലും പാടില്ല. നബി തങ്ങൾ പറഞ്ഞു, അദ്ദിൽ അമാനത ലിമനതു മിനക്, നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചവന്റെ അമാനത്ത് നീ തിരിച്ചു കൊടുക്കണം, അത് നിർവഹിക്കണം. വലാ തഖുൻ മൻ ഖാനക്, നിന്നെ വഞ്ചിച്ചവനെ നീ ഒരിക്കലും വഞ്ചിക്കരുത്. ഒരുത്തൻ നിന്നെ ചതിച്ചാൽ തിരിച്ച് ചതിക്കരുത്, അത് ഈമാനിനെതിരാണ്. നിന്നെ വിശ്വസിച്ചവനെ നീ വിശ്വസിക്കണം, നീ അവനോട് ഒരിക്കലും മോശമായി പെരുമാറാൻ പാടില്ല, അത് അമാനത്താണ്. വിശ്വസിച്ചവനെ ചതിക്കരുത്, നിന്നെ ചതിച്ചവനെയും നീ ചതിക്കരുത് എന്നാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകന്മാരുടെ വിശേഷണങ്ങൾ സൂറത്തു ശുഅറ നമ്മൾ ഓതി നോക്കിയാൽ ഒരുപാട് പ്രവാചകന്മാരെ പറ്റി അവർ പരിചയപ്പെടുത്തുന്നത് ഖുർആൻ പറയുന്നത് ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ റസൂലാ, എന്നെ വിശ്വസിക്കാം. നൂഹ് നബി പറഞ്ഞിട്ടുണ്ട്, ഹൂദ് നബി പറഞ്ഞിട്ടുണ്ട്, സാലിഹ് നബി പറഞ്ഞിട്ടുണ്ട്, ശുഐബ് നബി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ അലൈഹിമുസ്സലാം അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ മറ്റു സ്ഥലങ്ങളിൽ കാണാം യൂസുഫ് നബി പറഞ്ഞിട്ടുണ്ട്, യൂസുഫ് നബിയോട് പറഞ്ഞിട്ടുണ്ട് ഇന്നക ലദൈന മക്കീനുൻ അമീൻ. മൂസാ നബിയോട് പറഞ്ഞിട്ടുണ്ട്, മൂസാ നബി റസൂലുൻ അമീൻ. എല്ലാ പ്രവാചകന്മാരെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ തന്നെ അത് അവരുടെ ഒരു സ്വഭാവമായിരുന്നു. ജാഹിലിയ്യത്തിലെ ആളുകളൊക്കെ, ഖുറൈശികളൊക്കെ റസൂലുള്ളാഹിനെ വിളിച്ചത് അൽ അമീൻ എന്നാണ്, വിശ്വസ്തൻ. അൽ അമീൻ, വിശ്വസ്തൻ, ചതിക്കൂല, ഒരിക്കലും ചതിക്കൂല, ചതി ഒരിക്കലും ചെയ്യാത്ത അൽ അമീൻ പ്രവാചകന്റെ വിശേഷണം ചെറുപ്പം മുതൽ തന്നെ, നബി ആകുന്നതിന്റെ മുമ്പ് തന്നെ വിശേഷണം ഉണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിയപ്പോ ആളുകൾ പറഞ്ഞു ഇതിൽ എന്തൊക്കെയോ കള്ളക്കളിയുണ്ട്, ചതിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഖുർആൻ തന്നെ അവതരിച്ചു, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ഇത് ചതിയല്ല, ഇത് ലോകരക്ഷിതാവിന്റെ അവതരണമാണ്. നസല ബിഹി റൂഹുൽ അമീൻ, അത് റൂഹുൽ അമീൻ ഇറക്കിയതാണ്. റൂഹുൽ അമീൻ അതാരാ? ജിബ്രീലാണ്. ജിബ്രീലിന്റെ പേര് അൽ അമീൻ, റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. വ്യക്തമായ അറബി ഭാഷയിൽ ജനങ്ങൾക്ക് താക്കീത് നൽകാൻ വേണ്ടി അൽ അമീൻ എന്ന് പറയുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ഒരു കൃത്രിമത്വവും കാണിക്കാത്ത, ഒരിക്കലും ചതിക്കാത്ത പരിശുദ്ധാത്മാവിലൂടെ അവതരിച്ചതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞു, അത് മുഅ്മിനീങ്ങളുടെ വിശേഷണമാണ്. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. സൂറത്തുൽ മുഅ്മിനൂൻ തുടക്കം മുതൽ മുഅ്മിനുകളുടെ വിശേഷണങ്ങൾ പറയാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫി സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഭക്തിയുണ്ട് പോരാ. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ, അവർ അവരുടെ അമാനത്തുകൾ നിർവഹിക്കുന്നവരാണ്, അവരുടെ കരാറുകളെ പാലിക്കുന്നവരാണ്. അത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. മുനാഫിഖിന്റെ സ്വഭാവം ഖുർആൻ ഹദീസിൽ പരിചയപ്പെടുത്തി. ആയത്തുൽ മുനാഫിഖി സലാസ, മുനാഫിഖിന്റെ അടയാളം മൂന്നാണ്. അതിൽ ഒന്ന് ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. വഇദാ തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. വിശ്വാസവഞ്ചന നടത്തുക എന്നത് മുനാഫിഖിന്റെ അടയാളമാണ്, മുഅ്മിനീന്റെ അല്ല. മുഅ്മിനീങ്ങളുടെ അടയാളം വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ, അവരവരുടെ അമാനത്തുകൾ നിർവഹിക്കുമെന്നാണ്. ഒരു കാര്യം വിശ്വസിച്ച് ഒരു രംഗത്തൊരാളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ കാര്യം കൃത്യമായി കളങ്കമില്ലാതെ ആരെയും ചതിക്കാതെ വിശ്വസ്തനായി കൊണ്ട് നിർവഹിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. മാത്രല്ല ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓതിയ ആയത്ത് ഇന്നല്ലാഹ സൂറത്തുൻ നിസാഇലെ 58-ാമത്തെ വചനം, ഇന്നല്ലാഹ യഅമുറുക്കും, അല്ലാഹ് നിങ്ങളോട് കൽപ്പിക്കുന്നത്, മുഅ്മിനീങ്ങളോട് പറയാം, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ,
അമാനത്ത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം, അത് നിർവഹിക്കണം എന്ന് നിങ്ങളോട് പറയാം. വൈദാ ഹകംതും ബൈനന്നാസ്, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധിക്കുകയാണെങ്കിൽ അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നിങ്ങൾ നീതിപൂർവം വിധി പ്രസ്താവിക്കണം. ഇന്നല്ലാഹ നിഅമ്മാ യഅ്ദുകും ബി, എത്ര നല്ല ഉപദേശമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, അല്ലാഹു തആല കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. ആലോചിക്കേ, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. ഒരാൾ ഒരു കാര്യത്തിന് വിശ്വസിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നിർവഹിക്കണമെന്ന്, അത് ഒരു കൃത്രിമത്വം കാണിക്കാൻ പാടില്ലെന്ന്. എത്ര ചെറുതാണെങ്കിലും ശരി, എത്ര വലുതാണെങ്കിലും ശരി, ചെറിയ കാര്യങ്ങളായിരിക്കാം, ചെറിയ കാര്യമായിരിക്കാം, ഒരു രഹസ്യമായിരിക്കാം, ഒരു കുടുംബ പ്രശ്നമായിരിക്കാം, ഒരു ആരോഗ്യ പ്രശ്നമായിരിക്കാം. ഒരു രഹസ്യം ഒരാളെ ഏൽപ്പിച്ചാൽ സൂക്ഷിക്കണം, അത് പറയാൻ പാടില്ല, ആരോടും പറയരുത് പറഞ്ഞില്ല, പറയാൻ പാടില്ല. ഒരു വിശ്വസ്ത ഒരു പണമാണ് ഒരാളെ ഏൽപ്പിച്ചു, ആരോടും പറയരുത് പറയാൻ പാടില്ല. അത് അർഹരപ്പെട്ടവർ മാത്രം അറിയിക്കണം, ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കണം. അപ്പൊ ഏത് കാര്യമാണ് എത്ര ചെറുതാണെങ്കിലും ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. ഇതിന്റെ ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. അവതരണ പശ്ചാത്തലമല്ല നമ്മൾ നോക്കേണ്ടത്, അത് ഖുർആനിലെ ഏതായത്തും അങ്ങനെ തന്നെയാണ്. ഖുർആനിലെ ആയത്ത് എന്ത് വിഷയത്തിൽ എങ്ങനെ ഇറങ്ങി നോക്കാൻ പാടില്ല, അത് പണ്ഡിതന്മാരൊക്കെ തീരുമാനിച്ചൊരു തീരുമാനം. ലാ ബിഖുസൂസിസ് സബബി ബൽ ബിഉമൂമിൻ നസ്സീന. എന്ത് പറഞ്ഞോ അതാണ് നമ്മൾ നോക്കേണ്ടത്, എന്തിനെ അവതരിച്ചോ എന്നല്ല. പക്ഷെ ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമുണ്ട്. മക്കം ഫത്ഹ്, അപ്പൊ കഅബ തുറക്കണം. മക്ക ഫത്ഹായപ്പോ കഅബ തുറക്കണം. കഅബത്തിന്റെ താക്കോല് അത് ബനൂ ശൈബയാണ് സൂക്ഷിക്കുന്നത്. ബനൂ ശൈബ നബി തങ്ങള് താക്കോല് വാങ്ങി, കഅബ തുറന്നു, പിടിച്ചു വാങ്ങിയതാണ്. കഅബ തുറന്നു. അവസാനം കഅബയുടെ സിഖായത്തും സിദാനത്തും ഏൽപ്പിക്കാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനാണ് സിഖായത്ത് ഏൽപ്പിച്ചു കൊടുത്തത്. സിഖായത്ത് പറഞ്ഞാൽ ഹാജിമാർക്ക് അവിടെ വരുന്നവർക്ക് വെള്ളം കൊടുക്കുക, ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുക. വലിയൊരു പണിയാണ്, പ്രത്യേകിച്ചു ആ കാലഘട്ടത്തിൽ. മറ്റൊന്ന് സിദാനത്ത് എന്ന് പറഞ്ഞാൽ കഅബ തുറക്കുക, അടിച്ചു വരിക, വൃത്തിയാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അത് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ രണ്ടും ഞാൻ ഏറ്റോളാം, എന്നെ ഏൽപ്പിക്കുക. അത് പറഞ്ഞപ്പോഴാണ് ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ, നിങ്ങൾ അമാനത്ത് അതിന്റെ ആളുകൾക്ക് കൊടുക്കണം. ആരെന്നാ വാങ്ങിയത്? ബനൂ ശൈബയിൽ നിന്നാണ്. അതുകൊണ്ട് താക്കോല് അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ പിതൃവ്യനാണ്, കൊടുക്കാൻ പാടില്ല. അത് തിരിച്ച് ബനൂ ശൈബക്ക് തന്നെ ഏൽപ്പിക്കണം എന്ന് പറയണ്ട. ഇന്നും അങ്ങനെയാണ് ആ പാരമ്പര്യം നിലനിർത്തി പോരുന്നത്. അത് അമാനത്തിന്റെ ഒരു വിഷയമാണ്. അവരെന്തോ ആയിക്കോട്ടെ, പക്ഷെ അതൊരു അമാനത്ത്. അത് അവിടുന്ന് വാങ്ങിയാൽ അത് അവർക്ക് തിരിച്ചു കൊടുക്കണം. ആലോചിച്ചു, ഒരു കാര്യം എല്ലാം എത്ര നിസ്സാരമാണെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ എന്നേറ്റ ഒരു കാര്യം നമ്മൾ തിരിച്ചു കൊടുക്കണം. 2-3 ഐറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഒന്ന്, അള്ളാഹുവോടുള്ള അമാനത്ത്, അത് നമ്മൾ നിർവഹിക്കണം. അള്ളാഹുവിനോടൊരു അമാനത്തുണ്ട്. ഖുർആൻ പറയുന്നത് നമ്മളൊക്കെ ജനിച്ചു വീഴുമ്പോ തന്നെ അള്ളാഹുമായി ഒരു കരാറുണ്ട്. കാരണം ജനിച്ചു വീഴുമ്പോ ഒരു മനുഷ്യൻ മുസ്ലിമായിരിക്കും എന്നാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ജനിക്കുന്ന എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത് എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഫഅബവാഹു, അങ്ങനെ അവന്റെ വാപ്പയും ഉമ്മയുമാണ് യുഹവ്വിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സിറാനിഹി, അവനെ ജഹൂദനാക്കുന്നത്, അല്ലെങ്കിൽ മജൂസിയാക്കുന്നത്, അല്ലെങ്കിൽ നസ്രാനിയാക്കുന്നത് എന്ന ഹദീസിൽ. മുസ്ലിമാക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിമാക്കണ വാപ്പിയല്ല, ജനിക്കുമ്പോ ശുദ്ധ പ്രകൃതിയാണ്, അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയാണ്. പിന്നെ പുറമെയുള്ള സാഹചര്യങ്ങൾ, ഒരു നസ്രാനി കുടുംബത്തിൽ ജനിച്ചാൽ അവൻ ഓട്ടോമാറ്റിക് നസ്രാനിയായി മാറുന്നു. മറ്റു നിർദ്ദേശങ്ങളൊന്നും അവനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ, പഠിച്ചാൽ അത് സ്വീകരിക്കും. നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മജൂസിയാണെങ്കിൽ അവന്റെ സാഹചര്യത്തിൽ, വളരുന്ന സാഹചര്യം അവന്റെ വാപ്പയമ്മി അങ്ങനെ അവനെ വളർത്തുകയാണെങ്കിൽ അങ്ങനെ ആയി മാറും. പക്ഷേ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് പറഞ്ഞിട്ടില്ല. കാരണം ജനിക്കുമ്പോ തന്നെ മനുഷ്യൻ മുസ്ലിമാണ്. ഖുർആൻ പറയുന്നുണ്ട്, വൈദ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതൻ, ആദമിന്റെ മുതുകിൽ വെച്ച് തന്നെ, നമ്മുടെയൊക്കെ പാരമ്പര്യമായിട്ട് തന്നെ ആദമിന്റെ, ബനു ആദമിന്റെ മുതുകിൽ വെച്ച് തന്നെ അല്ലാഹു തആല ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പ്
ഒരു അള്ളാഹുവിനോട് നമ്മളൊക്കെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ? അലസ്തു ബിറബ്ബിക്കും. ഒരു ചോദ്യമാണ്. ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? എന്നോടും നിങ്ങളോടും ലോകത്തുള്ള എല്ലാവരോടും പടച്ചതമ്പുരാൻ ചോദിച്ചിട്ടുണ്ട് എന്നാണ്. മുതുകിൽ വെച്ച് നമ്മൾ ദുന്യാവിലേക്ക് വരുന്നതിന്റെ മുമ്പ്, നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അള്ളാഹ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബിറബ്ബിക്കും. അന്ന് അവരൊക്കെ പറഞ്ഞു, ഖാലൂ ബലാ വശഹിദ്നാ. അതേ പടച്ചോനെ, ഞങ്ങളതിന് സാക്ഷിയാണ്. അൻ തഖൂലൂ യൗമൽ ഖിയാമ ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഖിയാമത്ത് നാൾ വരുമ്പോ ഞങ്ങൾക്ക് പടച്ചോനെ തിരിച്ചറിഞ്ഞിരുന്നില്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലായിരുന്നില്ല എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി ഓരോ മനുഷ്യനും ജനിച്ചു വീഴുമ്പോൾ നടത്തുന്ന പ്രതിജ്ഞ, എല്ലാറ്റിനും പ്രതിജ്ഞയല്ലേ? നമ്മൾ എന്തിനൊരു പ്രതിജ്ഞ ചെയ്തിട്ടാണ്? ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പിൽ കുറെ ആൾക്കാർ കയറി, ഭരണത്തിൽ കയറി, പ്രതിജ്ഞയാണ്, ചൊല്ലിക്കൊടുത്തു, ചൊല്ലി. അതൊരു തത്വമാണ്, ലോകത്ത് അംഗീകരിച്ച തത്വമാണ്. അള്ളാനോട് പറഞ്ഞ പ്രതിജ്ഞയാണ് അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ. ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? അതെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? റബ്ബിനെ ആരാധിക്കണം. അതൊരു മനുഷ്യന്റെ പ്രതിപത്തിയാണ്. ആരോടുള്ള? പടച്ചതമ്പുരാനോടുള്ള. അത് അമാനത്താണ്. അന്ന് പടച്ചോനെ നിന്നെ ആരാധിക്കാമെന്ന് പറഞ്ഞ് പോന്നെങ്കിൽ അവൻ പടച്ചതമ്പുരാനെ തന്നെ ആശ്രയിക്കണം, പടച്ചതമ്പുരാനെ തന്നെ ആരാധിക്കണം, പടച്ചവനോട് തന്നെ പ്രാർത്ഥിക്കണം, പടച്ചവനോടുള്ള ഇബാദത്തുകൾക്ക് മുൻതൂക്കം നൽകണം. ശിർക്ക് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അതൊരു അമാനത്താണ്. അത് നമ്മൾ വ്യക്തിപരമായി പടച്ചവനോട് ചെയ്യുന്ന അമാനത്താണ്. പടച്ചവനോട് ചെയ്യുന്ന ഇബാദത്ത് മറ്റാർക്കും നൽകാൻ പാടില്ല. എത്ര വലിയ മഹാനാണെങ്കിലും, അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ അല്ലെങ്കിൽ ജിന്നിനോടോ മലക്കിനോടോ ആരോടും തന്നെ ഒരു പ്രതിബദ്ധതയും ഉണ്ടാകാൻ പാടില്ല. ഇബാദത്ത് അത് റബ്ബിന് മാത്രം നൽകണം. അത് റബ്ബിനോട് നൽകുന്ന അമാനത്താണ്. മാത്രമല്ല, റബ്ബ് നമുക്ക് നിർബന്ധിച്ച കാര്യങ്ങളോടും നമ്മൾ അമാനത്ത് പാലിക്കണം എന്ന് പടച്ചോ നിസ്കാരം നിർബന്ധാക്കി. അഫ്ളലുൽ ഇബാദ അൽ ബദനിയ കുല്ലിഹ അസ്സലാ. ശാരീരികമായി മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ്. നിസ്കാരത്തിന്റെ കാര്യം, നോമ്പിന്റെ കാര്യം, ഹജ്ജിന്റെ കാര്യം, സക്കാത്തിന്റെ കാര്യം, സാമ്പത്തികമായിട്ട് പടച്ചതമ്പുരാൻ ഔദ്യോഗികമായിട്ട് റസ്മിയായിട്ട് ഒഫീഷ്യലായിട്ട് നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ നിർവഹിക്കുക. പടച്ചവന് ഇഷ്ടമുള്ള രൂപത്തിൽ നിർവഹിക്കുക. ഒരിക്കലും റിയാ പാടില്ല, മറ്റുള്ളവർക്ക് വേണ്ടി നിർവഹിക്കലല്ല. നബി തങ്ങൾ പറഞ്ഞില്ല അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക്. വലിയ ശിർക്ക് നമുക്കൊക്കെ അറിയാം, ചെറിയ ശിർക്ക് അത് ഇതിലേറ്റവും ഏറെ മോശാണ്. അതേതാണ്? മറ്റുള്ളവർ കാണാൻ വേണ്ടി അമല് ചെയ്യാ, മറ്റുള്ളവർ കാണുമല്ലോ എന്ന് വിചാരിച്ച് അമല് ഒഴിവാക്കുക. രണ്ടും പാടില്ല. അപ്പൊ അതുകൊണ്ട് പടച്ചവനോടുള്ള ബാധ്യത ഒന്നാമതായി നമുക്കുണ്ടാവണം. അതാണ് പടച്ചവനോട് മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിലാണ്. രണ്ടാമത്തെ കാര്യം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനോട് ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ ചില ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യത്തിനോട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമുക്കറിയാലോ, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ പണം പോകുന്നത്, ഏറ്റവും കൂടുതൽ പരസ്യം കാണുന്നത് ഒക്കെ ജീവിതശൈലി രോഗങ്ങൾക്കാണ്. സൂക്ഷിച്ചാലും വരും, ഒരാൾക്ക് മാത്രം സൂക്ഷിക്കാൻ കഴിയില്ല. മൊത്തത്തിൽ അങ്ങനെ ആവുമ്പോൾ ഒരാൾക്ക് മാത്രം ജീവിതശൈലിയിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും കഴിയില്ല. അങ്ങനെ ഓട്ടോമാറ്റിക്കായി മാറും. എങ്കിലും അവനവന്റെ തടി ശ്രദ്ധിക്കണം, അവനവന്റെ ഭക്ഷണം കഴിക്കണ വിഷയത്തിൽ. അതുപോലെ തന്നെ അവനവന്റെ ആരോഗ്യം നിലനിർത്തുന്ന വിഷയത്തിൽ കൃത്യമായി ബദ്ധശ്രദ്ധമാണ്. രോഗം വന്നാൽ മരുന്ന് കഴിക്കണ വിഷയത്തിൽ. കാരണം ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ സ്വയം നാശത്തിലേക്ക് ചാടരുത്. നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആരോട്? നിങ്ങളുടെ ശരീരത്തിനോട് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ശരീരത്തിന് ദോഷകരമാകുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ഫിസിക്കലി. അതുപോലെ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ അവയവങ്ങൾ, ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഒരു ധർമ്മമുണ്ട്. അതൊരു അമാനത്താണ്. അല്ലാഹു തആല കണ്ണ് തന്നത് ഒരു അമാനത്തായിട്ട് കണ്ണ് നമ്മൾ ഏൽപ്പിച്ചതാ. ആലോചിച്ച് നോക്കൂ, കണ്ണില്ലാത്തവന്റെ വിഷമം. കണ്ണില്ലാത്തതിന്റെ വിഷമം എത്രയാണ് നിങ്ങൾക്കറിയാലോ? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. കണ്ണില്ലാത്ത അറാബിയോട് നിന്റെ ദുനിയാവിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒട്ടകത്തെ കാണണമെന്നാണ്. അഫലാ യൻദുറൂന, ഖുർആൻ പറയണ്ട, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഖുർആൻ ആയത്ത് കേൾക്കാം, ഒട്ടകത്തെ കാണില്ലേ നോക്കില്ലേ എന്ന് ഖുർആനിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒട്ടകത്തെ ഒന്ന് കാണണം എന്നായിരുന്നു. അങ്ങനെ മനുഷ്യന്മാർക്ക് കണ്ണില്ലെങ്കിൽ ആലോചിച്ചു, ഉള്ള കണ്ണ് നഷ്ടപ്പെട്ട, ചെവിയില്ലെങ്കിൽ,
അതുപോലെ തന്നെ വായ്ക്ക് രുചിയില്ലെങ്കിൽ, സംസാരിക്കാൻ ശേഷിയില്ലെങ്കിൽ, നടക്കാനുള്ള കഴിവില്ലെങ്കിൽ, കൈ കൊണ്ട് അവന് കഴിവില്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അല്ലാഹു തആല നമ്മെ ഏൽപ്പിച്ചതാണ് നമ്മുടെ കണ്ണ്, നമ്മുടെ കയ്യ്, നമ്മുടെ കാല്. അതുകൊണ്ട് അനാവശ്യമായി നമ്മുടെ കണ്ണിനെ ഒന്നിലും ഉപയോഗിക്കാൻ പാടില്ല. ഇന്നല്ലാഹു ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു തആല പറയുന്നുണ്ട്, ഖുല്ലിൽ മുഅ്മിനീന അയഗുള്ളൂ അബ്സാറഹും വയഹ്ഫളൂ ഫുറൂജഹും. മുഅ്മിനീങ്ങള് കണ്ണ് ചിമ്മട്ടെ, മുഅ്മിനീങ്ങള് അവരുടെ ഗുഹ്യാവയവങ്ങൾ സംരക്ഷിക്കട്ടെ. കണ്ണുകൊണ്ട് തിന്മ ചെയ്യുക എന്നത് അമാനത്തിനെതിരാണ്. നല്ലതിൽ മാത്രമേ കണ്ണുപയോഗിക്കാൻ പാടുള്ളൂ, മോശമായ കാര്യം കേൾക്കാൻ പാടില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. സത്യവിശ്വാസികളുടെ ലക്ഷണം പറഞ്ഞെടുത്ത് അല്ലാഹ് പറഞ്ഞത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. മോശമായ വർത്തമാനങ്ങൾ, മോശമായ സംസാരം, മോശമായ ആഘോഷങ്ങള്, മോശമായ ശബ്ദങ്ങള്, അതിൽ നിന്നെല്ലാം തന്റെ ചെവിയെ സംരക്ഷിക്കല് അതൊരു അമാനത്താണ്. തന്റെ ചെവി അമാനത്താണ്. തന്റെ കയ്യ് മോശമായ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അവന്റെ നാവിൽ നിന്ന് മറ്റുള്ളവർ രക്ഷപ്പെടണം, അവന്റെ കയ്യിൽ നിന്ന് മറ്റുള്ളവർ രക്ഷപ്പെടണം. അതുകൊണ്ട് കയ്യ് അല്ലാഹു തആല നമുക്ക് തന്ന അമാനത്താണ്. അനാവശ്യമായി കയ്യൊന്നിനും ഉപയോഗിക്കാൻ പാടില്ല, ആവശ്യത്തിന് ഉപയോഗിക്കണം. കാല് അല്ലാഹു തന്ന അമാനത്താണ്. എല്ലാ അവയവങ്ങളും ആലോചിച്ച് നോക്കൂ. ഓരോ അവയവത്തിനും നമുക്ക് ലഭിക്കുന്ന ആ അനുഗ്രഹം അത് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ അതിന്റെ ബില്ല് ചോദിച്ചാൽ ആയിരക്കണക്കിന് ബില്ലാണ്. വെന്റിലേറ്ററിന്റെ ബില്ല്, ഒരു ബില്ല് പടത്തിന്റെ ശ്രദ്ധയപ്പെട്ടു. എത്ര നേരം നിങ്ങള് ഡെയിലി 25,000 രൂപയാണ് ശ്വാസത്തിന് വേണ്ടി മാത്രം, ഓക്സിജന് വേണ്ടി മാത്രം. ഒരു ദിവസത്തിന് 25,000 രൂപയാണ് ബില്ല്. ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മളൊക്കെ എത്ര ആയിരങ്ങളാ ശ്വസിക്കണത്. അതൊരു അമാനത്താണ്. അല്ലാഹ് നമുക്ക് തന്ന അമാനത്താണ്, സൂക്ഷിക്കണം. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. അമാനത്ത് കൊടുക്കണം. അതുപോലെ തന്നെ മനുഷ്യർ പരസ്പരം ഒരു അമാനത്തുണ്ട്, പരസ്പരം അമാനത്താണ്. നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട അമാനത്താണ്. നമ്മളൊക്കെ ചില പ്രതീക്ഷകളിലാണ് ഇവിടെ ജീവിച്ചു പോകുന്നത്. ഒരാള് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഉദാഹരണമാണ്. എന്ത് വിചാരിച്ചാ നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത്? ഈ ഹോട്ടലിന്റെ ഉടമസ്ഥൻ, അതിലെ കുക്ക് അത് നന്നായി പാചകം ചെയ്യും, വൃത്തിയോടെ പാചകം ചെയ്യും, കൃത്രിമത്വം കാണിക്കൂല, അനാവശ്യമായിട്ടൊന്നും അതിലിടൂല. കണ്ടിട്ടില്ലേ? അധിക ഹോട്ടലുകളും നോ അഡ്മിഷൻ ആയിരിക്കും അടുക്കള. ഞാൻ ഒരു സ്ഥലത്ത് മാത്രമേ വെൽക്കം എന്നൊരു അടുക്കളയിൽ എഴുതി കണ്ടിട്ടുള്ളൂ, കിച്ചണിൽ എഴുതി വെച്ച് കണ്ടിട്ടുള്ളൂ. വെൽക്കം എന്നത് ഒരു ഹോട്ടലിൽ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എല്ലാ ഹോട്ടലിലും കാണാൻ നോ അഡ്മിഷൻ. എന്നാലും നമ്മളവിടുന്ന് ഭക്ഷണം കഴിക്കും. പക്ഷെ ഒരു വിശ്വാസമുണ്ട്, അത് വൃത്തി ഉണ്ടാവും, അത് ഉണ്ടാക്കുന്നിടത്ത് വൃത്തി ഉണ്ടാവും, സാധനമൊക്കെ നല്ല കഴുകും, മോശമായത് ഉപയോഗിക്കൂല. ആ ഒരു വിശ്വാസത്തോടെയാണ് നമ്മളവിടെ ഭക്ഷണം കഴിക്കുന്നത്. ഓൻ വിചാരിക്കാണ് ഇന്ന് ചോറ് കഴിക്കണമല്ലൊക്കെ ചത്തുപോട്ടെ എന്ന് വിചാരിച്ച് അതിൽ കുറച്ച് വിഷം വാരിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതൊരു അമാനത്താണ്. ആ അമാനത്ത് അതാണ്. മറ്റുള്ളവർ ചെയ്യും. നമ്മളാരും കണ്ടു പറഞ്ഞതല്ല. ഹോട്ടലുകാരന്റെ ഉദാഹരണം പറയാം. നമ്മളാരും കണ്ടു പറഞ്ഞതല്ല. അതൊരു വിശ്വാസമാണ്, അതൊരു അമാനത്താണ്. ആ അമാനത്ത് അവൻ പാലിക്കണം. ഹോട്ടൽ നടത്തുന്നവർ ശ്രദ്ധിക്കണം. മീൻകച്ചവടക്കാരൻ, നമ്മൾ വിചാരിക്കണത് ഇവൻ നല്ല മീൻ കൊടുത്തിട്ടേ നമ്മളെ വിൽക്കുള്ളൂ, അറിഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മെ ചതിക്കൂല എന്നൊരു മീൻകച്ചവടക്കാരൻ അവന് വിചാരിച്ചിട്ടാണ് അവന്റെ അടുത്ത് പോയിട്ട് നല്ല അയില. അല്ലാതെ അങ്ങനെ ആൾക്കാർ കണ്ടോ, കണ്ടാൽ തന്നെ ബാങ്കിൽ വെക്കാൻ പറ്റിയ ജാതി അയിലെന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കും. വീട്ടിൽ കൊണ്ടായ ഒന്നിനും നന്നാവൂല. അറിഞ്ഞുകൊണ്ടാകാൻ പാടില്ല. നബി ഒരിക്കൽ പോകുമ്പോ അങ്ങാടിയിൽ നല്ല ഗോതമ്പ് ഒരു ഭക്ഷണ സാധനം വിൽക്കുന്നുണ്ട്. നല്ല സാധനമാണ്. മേലെ അടിയിൽ ഇങ്ങനെ കൈയിട്ട് നോക്കിയപ്പോ വെള്ളം നനവ്. സഹാബിയോട് ചോദിച്ചു, എന്താ ഇത് അടിയിൽ കുറച്ച് വെള്ളം നനവ്? അത് ഇന്നലെ മഴ കൊണ്ടപ്പോ കുറച്ചായതാ. അനക്കത് മേലാക്കിക്കൂടെ? നമ്മുടെ മീൻ കച്ചവടക്കാരെന്താ ചെയ്യല്? നല്ല മീൻ എടുത്തൊരു മേലിടും. അത് പിന്നെ എത്ര വലിച്ചാലും അവിടുന്ന് പോരൂല, അടിയിൽ നിന്ന് വലിച്ചു കൊടുക്കും. കച്ചവടത്തിന്റെ ഒരു ട്രിക്കാന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഒരു അമാനത്താൻ. വാങ്ങുന്നവനെ അറിഞ്ഞുകൊണ്ട് കിട്ടണേലേ കൊടുക്കാൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷെ അറിഞ്ഞുകൊണ്ട് വാങ്ങുന്നവനെ ചതിക്കാൻ പാടില്ല. നമ്മളാ വാങ്ങുന്നത് ഒരു അമാനത്താണ്. പച്ചക്കറി നമ്മൾ വാങ്ങുന്നത് അങ്ങനെയാണ്. ഭക്ഷണ സാധനങ്ങള് ഒക്കെ നമ്മൾ വാങ്ങുന്നത് അമാനത്താണ്. അന്യ ആളുകള്
നമ്മുടെ രാജ്യത്ത് ജോലിക്ക് വരുന്നത് ഒരു അമാനത്താണ്. കേരളത്തിൽ വന്നാൽ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് കരുതിയിട്ടാണ് അന്യ സംസ്ഥാനക്കാര് അതിഥി തൊഴിലാളികൾ എത്തുന്നത്. ഓനെ തച്ചൊല്ലാൻ പാടില്ല. 2 ന്യൂസ്, വല്ലാത്ത ന്യൂസാ ഈ ആഴ്ച ഉണ്ടായ 2 ന്യൂസാ. ഒരുത്തനെ ബംഗ്ലാദേശാണോ ചോദിച്ചിട്ട് ഓനാണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശാണോ ചോദിച്ചിട്ട് തച്ചൊല്ല. ഇനി ബംഗ്ലാദേശ് ആണെങ്കിൽ തന്നെ തച്ചൊല്ലാൻ പറ്റുമോ? ബംഗ്ലാദേശ് ആണെങ്കിൽ തന്നെ തച്ചൊല്ലാൻ പറ്റുമോ? തച്ചൊല്ലാൻ ആര് പറഞ്ഞത്? അതിനിവിടെ നിയമങ്ങളില്ലേ? ഇവിടെ നീതിന്യായ വകുപ്പുകളില്ലേ? അവരാ കൈകാര്യം ചെയ്യാം. നിയമം കൈകടത്തിൽ അമാനത്തിന് വിരുദ്ധമാണ്. നമ്മളെ ഓരോരുത്തരും ഓരോ നിയമങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങി എങ്ങനെ ഉണ്ടാവും? അതിന് രാജ്യത്ത് കോടതിയുണ്ട്, രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയുണ്ട്. നോക്കൂ, ഒരു അതിഥിയിലെ അവൻ വരുന്നത് കേരളത്തിൽ വന്ന് ജീവിക്കാം, കൂലി അവിടെ കൂലി 200 റുപ്യ ആകുമ്പോൾ ഇവിടെ 1000 റുപ്യ കൂലി കിട്ടും വിചാരിച്ച് വരികയാണ്. നമ്മെ വിശ്വസിച്ച് വരുന്ന ആളുകളെ തച്ചൊല്ലാൻ എന്തോ ഉപ്പ നമുക്ക് നമ്മുടെ നാട്ടിലുള്ളത് ഇല്ല. മറ്റൊന്ന് വായിച്ചത് വളരെ ശ്രദ്ധേയമാണ്. കൊച്ചിയിലോ മറ്റോ ഒരു രോഗി അത്യാസന്ന നിലയിലായപ്പോ 2-3 ഡോക്ടർമാർ കൂടിയിട്ട് ഒരു സ്ട്രോയും ഒരു ബ്ലേഡും മാത്രം ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശ്വസനനാളത്തിൽ തടഞ്ഞ ഒരു തടസ്സം നീക്കി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ്. അദ്ദേഹം പിന്നെ മരണപ്പെട്ടു. എന്തായിരുന്നാലും അതൊരു അമാനത്താണ്. ആ ഡോക്ടർമാർക്ക് തോന്നി അവിടെ ആരും ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല, ഇതൊരു മനുഷ്യനാണ്, ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നിയത് അതൊരു അമാനത്താണ്. അപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ ഒരു ബസ് കയറുന്നത് ആ ഡ്രൈവറെ വിശ്വസിച്ചിട്ടാണ്. ആ ഡ്രൈവർ അവിടെ കള്ളുടിച്ച് ഓടിക്കാൻ പാടില്ല. ആ ഡ്രൈവർ കയ്യിലാണ് അത്രയും ആളുകളുടെയൊക്കെ ജീവൻ. ഒരു ഫ്ലൈറ്റിൽ കയറുന്നത് പൈലറ്റിനെ വിശ്വസിച്ചിട്ടാണ്. അപ്പൊ എല്ലാത്തിനും ഒരു അമാനത്തുണ്ട്. എല്ലാം ഒരു പരസ്പര വിശ്വാസമാണ്. ഇതില്ലാതെ ഒരു കാരണവശാലും നമ്മൾ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇദാ ളുയ്യഅത്തിൽ അമാനത്തു ഫദ്ലിർസ. കുറെ ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്ത് കയറി, മോഹന സുന്ദര വാഗ്ദാനങ്ങൾ ഒരുപാട് നടന്നു നൽകി, ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ കഴിവിന്റെ പരമാവധി ജനസേവനത്തിന് വേണ്ടി അവരുടെ സ്ഥാനം ഉപയോഗിക്കണം. എന്തെങ്കിലും മധുരം കിട്ടുമ്പോഴേക്ക് മോശമായ കാര്യത്തിന് അത് ഉപയോഗിച്ചാൽ തന്റെ അണികളുടെ അനുയായികളുടെ കാര്യം ശ്രദ്ധിക്കാൻ ഒരു മെമ്പർ മറന്നുപോയാൽ തീർച്ചയായും അതിന്റെ ശിക്ഷ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. അത് അമാനത്തിന് വിരുദ്ധമാണ്. കാരണം ഓരോരുത്തരും വോട്ട് ചെയ്യുമ്പോ ആർക്കോട്ട് ചെയ്താലും ശരി, ആര് ജയിച്ചാലും ശരി, ജയിച്ചോലെ നമ്മുടെ മെമ്പർമാരാണ്, ജയിച്ചവര് നമ്മുടെ സാരഥികളാണ്. പക്ഷേ വോട്ട് ചെയ്യുന്നതിന് മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നൽകിയതും ഈ സാരഥികൾ തന്നെയാണ്. അവർ നേതാക്കന്മാരായി മാറിയാൽ തന്റെ ഉത്തരവാദിത്വം ഇന്നതാണ് എന്ന ബോധം അവരുണ്ടാവണം. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ്. ഓരോരുത്തരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ചോദിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ നേതൃത്വങ്ങളൊക്കെ ഏറ്റെടുത്ത ആളുകൾ പരസ്പരം വിശ്വസിച്ചും സഹകരിച്ചും തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം. ഇല്ലെങ്കിലോ ഇദാ ളുയ്യഅത്തിൽ അമാനത്തു ഫന്തദിർസ. അമാനത്ത് നഷ്ടപ്പെട്ടാൽ, ഇങ്ങനെ പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ഉണ്ടാകുക സർവനാശമാണ്. സർവനാശത്തിലേക്കാണ് അത് നയിക്കുക എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, അങ്ങനെ തന്നെ അല്ലേ? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമ്മെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ് അമാനത്ത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പള്ളികൾ പരിപൂർണമാകാനും നിറയാനും നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഒരു അമാനത്താണ്. വെള്ളിയാഴ്ച ദിവസം ഖുർആൻ പറഞ്ഞതാണ്. ഞാനിപ്പോ ഒരു അറബിയില് ഒരു സംഗതി കണ്ടു. വെള്ളിയാഴ്ച ഇമാമ് വന്നതിന്റെ ശേഷമാണ് പള്ളികളൊക്കെ നിറയുന്നത്. എന്നാൽ കളിക്കാർ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ കാണികൾ ഗാലറിയിൽ നിറയുന്നു എന്ന ഒരു വിരോധാഭാസമാണ്. ഒരു കളി നടക്കുമ്പോൾ കളിക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗാലറിയിൽ പോയിട്ടൊക്കെ സീറ്റ് പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ വെള്ളിയാഴ്ചയാണ് ഇതൊക്കെ കൃത്യമായിട്ട് പാലിക്കേണ്ടത്. വെള്ളിയാഴ്ച ഇമാമ് വന്നാലും പിന്നെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. സലാം മുട്ടുന്നത് വരെ ആളുകൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവരുത്. വെള്ളിയാഴ്ച ദിവസം അത് വരിക എന്നുള്ളത് നേരത്തെയുള്ള ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്ന് നമ്മുടെ പള്ളിയിലേക്ക് വേണ്ടിയുള്ള കലക്ഷൻ സ്വീകരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പള്ളി നമ്മളാണ് കൊണ്ടു നടത്തുന്നത്. അതും ഒരു അമാനത്താണ്, നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ പള്ളി നമ്മൾ കൊണ്ട് നടത്തണം. നമ്മളൊക്കെ വിചാരിച്ചിട്ടാണ് പള്ളി കയറ്റുമ്പോൾ എല്ലാവരും വിചാരങ്ങൾ തന്നെയാണ്.
അത് നാട്ടുകാരൊക്കെ സഹായിക്കുമെന്നൊരു വിശ്വസ്തതയിലാണ്, അമാനത്തിലാണ് നമ്മുടെ പള്ളികളൊക്കെ. എല്ലാ പള്ളികളും അങ്ങനെയൊക്കെ തന്നെയാണ്, നല്ല സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ തന്നെ നടന്നു പോകുന്നത്. അതുകൊണ്ട് അവർ അമാനത്താണ് എന്ന നിലക്ക് നമ്മുടെ പള്ളിയിലേക്ക് എല്ലാ മാസവും രണ്ടാമത്തെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ കളക്ഷൻ സ്വീകരിക്കാറുണ്ട്. ഇന്നാണ് അതിന്റെ ദിവസം എന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും സഹകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.